വണ്ടി പോട്ടെ, നമുക്കൊന്ന് വലിച്ചെടുത്ത് നോക്കാം. ഞാൻ അറിഞ്ഞവർ കൊണ്ടിട്ടല്ല, പക്ഷെ സസ്പെൻഷൻ ബോട്ടുമ്പോട്ട് ചെയ്യുകയോ അങ്ങനെയുള്ള ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഡ്രൈവ് മോഡ് നോക്കുന്ന ടൈമിൽ അർബൻ, റെയിന്, സ്പോർട്ട്, ട്രാക്ക്, സൂപ്പർ മോട്ടോ, ഒന്ന് ഡൈനാമിക് കിട്ടിയ ഒന്ന് ഡൈനാമിക് പ്രോ കിട്ടിയ ക്രൂസ് കൺട്രോൾ സെറ്റ് ആവുന്നില്ലല്ലോ. വാട്സാപ്പ് ഗൈസ്, ഇറ്റ്സ് മീ ജസീൽ, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ന്യൂലി ലോഞ്ച് ചെയ്ത വണ്ടി എന്നാണ് പറയാം. എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് ദ ആൾ ന്യൂ അപ്പാച്ചി RTR 310. നമ്മുടെ RR 310 ഇല്ലേ, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു നേക്കഡ് സ്ട്രീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാട്ടോ ഇത്. ഇതിൻ്റെ ലുക്ക് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഈ ലുക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പല ആൾക്കാർ പല ഇതാണ് പറയുന്നത്. നമ്മുടെ MD ഓൺലൈനില്ലേ, അതിൽ നിന്ന് ഇൻസ്പയർ ആയതാ, അതിൻ്റെ കോപ്പിയാ. പിന്നെ ചിലയിടത്തും ഉണ്ട് ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡുക്കാറ്റിയില്ലേ, ഡുക്കാറ്റിയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഈ ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ ഇല്ലേ, അത് നോക്കുന്ന ടൈമിൽ എന്താ പറയുക, നമ്മുടെ MD ഓൺലൈനില്ലേ എന്ന് വെച്ചാൽ പഴയ MD ഓൺലൈൻ, അതിൻ്റെ ഒരു ലുക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഡുക്കാറ്റി സ്ട്രീറ്റ് ഫൈറ്റർ ഇല്ലേ, അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും ഇവിടെ നോക്കുമ്പോഴും തോന്നുന്നുണ്ട്. വണ്ടി അത്യാവശ്യം കാണാനൊക്കെ കിഡില കേട്ടോ, അത്യാവശ്യം നല്ല കിഡില ലുക്ക് കേട്ടോ. ഇനി ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. നമുക്കിനി ബൈക്സിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതേ നമ്മൾ ഫ്രണ്ട് കാണുന്ന ടൈം ഇതേണ്ട, ഇവിടെ ആണെങ്കിൽ 2 DRLും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കീ ഓണാക്കി കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ഇവിടെ ആണെങ്കിൽ 2 ചെറിയ DRL സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പല ആൾക്കാർക്ക് പല രീതിക്ക് തോന്നുന്ന ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് എസ്പെഷ്യലി ഇത് കണ്ടിട്ട് തോന്നുന്നത് നമ്മുടെ MD ഓൺലൈൻ ഇല്ലേ, പഴയ MD ഓൺലൈൻ, അതിൻ്റെ ഒരു ലുക്കൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ TSൻ്റെ ഒരു ലോഗോ ഉണ്ട്, പിന്നെ RTR 310 ഇവിടെ കൊടുത്തേപ്പുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സാണ് ഫുള്ള് വരുന്നത്, ഫുള്ള് കംപ്ലീറ്റ് LED ഫോങ്ങളാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ വന്നേക്കുന്നതെന്ന് വെച്ചാൽ 110, 17, 70 സെക്ഷൻ ടയേഴ്സാണ് നമുക്ക് ഫ്രണ്ട് വന്നേക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ മെഷീനിൻ്റെ റോഡ് ഫൈ ടയേഴ്സാണ് വന്നേക്കുന്നത്. അത്യാവശ്യം കിഡില ഉപ്പും കാര്യങ്ങളും കേട്ടോ ടയർ വരുന്നത്. ബ്രേക്കിംഗ് ഫീൽ ആയാലും കിഡില കേട്ടോ. പിന്നെ കോർണറിങ് ചെയ്യാനാണെങ്കിലും അബ്ബാരം കിഡില എന്ന് പറയാൻ പറ്റുന്ന ഒരു ടയറാണ് കേട്ടോ വന്നേക്കുന്നത്. സസ്പെൻഷനും അതേപോലെ തന്നെ, സസ്പെൻഷന് അത്യാവശ്യം സസ്പെൻഷൻ ഞാൻ ഓടിച്ച ടൈമിൽ എനിക്ക് അത്യാവശ്യം ടൈറ്റായിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ എന്നാലും നമ്മൾ ഈ മോശമായിട്ടുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഓടിക്കുന്ന ടൈമിൽ ബാഡ് ഫീലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു കെർവ്ഡ് ആയിട്ടുള്ള റേഡിയേറ്ററും കാര്യങ്ങളും കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ നൈസാണ് കാണാനൊക്കെ ആയിട്ട്. അതെ, നമ്മുടെ 312cc DOHC എഞ്ചിൻ വരുന്നുണ്ട്, വിത്ത് റിവേഴ്സ് ഇൻക്ലൈൻ ടെക്നോളജി വരുന്ന ഒരു എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. റിവേഴ്സ് ഇൻക്ലൈൻ ടെക്നോളജി എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ കൂടെ ഉള്ള ഈ കളർ എന്ന് വെച്ചാൽ ഫ്യൂറി യെല്ലോ എന്ന് പറയുന്നൊരു കളർ കേട്ടോ. ഇത് ടെലിസ് ഫ്രെയിം ആണ് വരുന്നത്. ഹൈപ്പർ സ്പെക്ക് എന്നാണ് TVS ഇതിന് പറയുന്നത്. നമ്മുടെ KTMലൊക്കെ കണ്ടപ്പോൾ ഇല്ലയോ ടെലിസ് ഫ്രെയിം, അതേ സെയിം സാധനം തന്നെ ഇതിനകത്ത് വരുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിയുടെ പ്രശ്നമല്ല, ഈ ടെലിസ് ഫ്രെയിമിൻ്റെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ടെലിസ് ഫ്രെയിം ഉപയോഗിക്കുന്ന എല്ലാ വണ്ടിക്കുള്ള ഒരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമായിട്ട് ആരും കാണണ്ട, ചെറിയൊരു വൈബ്രേഷൻ. ഒന്നാമത്തെ കാര്യം ഇത് സിംഗിൾ സിലിണ്ടറാണ്, അതിൻ്റെ കൂട്ടത്തിൽ ടെലിസ് ഫ്രെയിമും വരുന്നുണ്ട്, അതുകൊണ്ടാണ് വൈബ്രേഷൻ നമുക്ക് തോന്നുന്നത്. 312cc വരുന്ന DOHC എഞ്ചിനാണ് വരുന്നത്. ഇതിനകത്ത് 36.1 bhp, ഓൾമോസ്റ്റ് 28.5 Nm ടോർക്കുമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്താണെങ്കിൽ പല BTO കിറ്റുകൾ 2-3 ഇത് വരുന്നുണ്ട്. അതൊക്കെ ഞാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിന് നമുക്ക് ടാങ്ക് നോക്കുന്ന ടൈമിൽ എനിക്ക് ആദ്യം ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയത് ചെറിയ ടാങ്കാന്നൊക്കെയാണ്, ബൾക്കി ആയിട്ടുള്ള ടാങ്ക് കേട്ടോ. നമ്മുടെ സീറ്റ് നോക്കുന്ന ടൈമിൽ എന്താ, സീറ്റ് അത്യാവശ്യം കുഷൻഡ് ആയിട്ടുള്ള സീറ്റ് കേട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം കുഷനിങ് ഉണ്ട്. പില്ലിയൻ സീറ്റ് അത്രയ്ക്ക് ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റല്ല പില്ലിയൻ്റെ കേട്ടോ. പില്ലിയൻ സീറ്റ് ഞാൻ അത്രയ്ക്ക് ഇത് കൊടുക്കുന്നില്ല, എന്നാലും ഓക്കെ ആയിട്ടുള്ള ഒരു സീറ്റാണ്. പിന്നെ ഈ ഒരു സംഭവം കണ്ടില്ലേ, TVS എന്ന് എഴുതിയ, ഇത് അത്യാവശ്യം നമ്മളിങ്ങനെ പുറമോട്ട് ഇരിക്കാൻ നേരത്ത് ഇത് നമ്മുടെ ബാക്ക് ഇങ്ങനെ തട്ടുന്ന ഇതൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും അങ്ങ് തെള്ളി നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫീലാണ്. ഗ്രാബ് റെയിൽ അത്യാവശ്യം നല്ല പർപ്പസ്ഫുൾ ആയിട്ടുള്ള 2 ഗ്രാബ് റെയിലും സംഭവങ്ങളും വന്നപ്പോൾ ഇതാണെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ റിവേഴ്സ് ഇൻക്ലൈൻ ടെക്നോളജി എഴുതി വരുന്നത്, അതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് കണ്ടില്ലേ എന്ന് പറയുന്നത് ചെറിയ ഒരു വണ്ടി കേട്ടോ, ഈ ഷോർട്ട് വീൽ ബേസ് വരുന്ന ഒരു വണ്ടിയത്. അതിനകത്ത് ഈ വലിയ വീൽ ബേസ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിക്ക്
സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കൂടും, പക്ഷേ നമ്മൾ ഫ്ലിക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകുന്ന ടൈമിൽ സ്റ്റെബിലിറ്റി കുറയും. എന്ന് വെച്ചാൽ വലിയ സിയാകുമ്പോൾ അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എൻജിനിൽ നിങ്ങൾ ഇത് കാണുമ്പോൾ ഇപ്പോൾ മനസ്സിലായി കാണും കേട്ടോ. എൻജിൻ നോക്കുന്ന ടൈമിൽ ഒരു ഇച്ചിരി ഇങ്ങോട്ട് ചരിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ വലിയ സിയാമും കൊടുക്കാം, നമുക്ക് ഫ്ലിക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകാനും പറ്റും. ഈ 10x10 റോഡൊക്കെ ഇല്ലേ, പെട്ടെന്ന് ഫ്ലിക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകുന്ന റോഡ്, അവിടെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കോൺഫിഡൻസും കിട്ടും. അതാണ് നമ്മുടെ ഈ റിവേഴ്സ് ഇൻക്ലൈൻ ടെക്നോളജിയുടെ ഒരു ഗുണം. ഹഗറിൽ തന്നെ നമ്പർ നോക്കും, പിന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും വരുന്നത്. ഇത് നമ്മുടെ ടെയിലൊക്കെ കണ്ടില്ലേ, ടെയിലൊക്കെ അത്യാവശ്യം നൈസാട്ടോ കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം കിടിലായിട്ടുണ്ട്. ഞാൻ കീ ഓണാക്കി കാണിക്കാം. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, വെയിറ്റ് ഉള്ളതുകൊണ്ടേ. പക്ഷേ ഇത് നൈസാട്ടോ, കിടിലായിട്ടുണ്ട്. ഇത് എക്സോസ്റ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ഒക്കെ കണ്ട് വന്നേക്കുന്ന എക്സോസ്റ്റ് ഇല്ലേ, ആ ഒരു എക്സോസ്റ്റും കാര്യങ്ങളും കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മൾ RR310 കണ്ട് വന്നേക്കപ്പോൾ ഇല്ലേ, അതേ സെയിം എക്സോസ്റ്റും കാര്യങ്ങളോ ഇതിനകത്ത് വന്നേക്കുന്നത്. എക്സോസ്റ്റിൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, എന്നാലും മാരകമായിട്ടുള്ള വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു അണ്ടർബില്ലും കാര്യങ്ങളും വന്നേപ്പോൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിലത്തെ ടയർ സൈസ് വരുന്നതെന്ന് വെച്ചാൽ 150/60 R17 ടയേഴ്സ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ബാക്കിലും വന്നേക്കുന്ന മിഷ്ലിൻ റോഡ് 5ൻ്റെ ടയേഴ്സാണ് ബാക്കിലും വന്നേക്കുന്നത്. ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നേപ്പിക്കാം. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് മറ്റേതുപോലെ അത്രയ്ക്ക് അങ്ങ് സീറ്റല്ല, എന്നാൽ ഇത് ഇച്ചിരി കൂടെ ലൗഡാണ്, എന്നാലും പറയത്തക്ക ലൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഡിസ്പ്ലേക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ഫ്രണ്ട് വണ്ടിയിലോട്ട് കയറി ഇരിക്കുമ്പോൾ നമുക്ക് എന്ന ടൈം ഫസ്റ്റ് നമ്മുടെ കണ്ണ് വരുന്നത് ഈ TFT ഡിസ്പ്ലേയിലോട്ട്. എൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇത് വന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ടൈം ഒരു അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആട്ടോ വന്നേക്കുന്നത്. അത്യാവശ്യം നൈസ് ലിവേഴ്സും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഈ കിൽ സ്വിച്ചും ഇഗ്നിഷനും എല്ലാം ഒറ്റ ഇതിൽ തന്നെ ഓണാക്കുക. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴാണ് ഗൈസ് ഇവിടെയാണ് സംഭവിക്കുന്നത്. ഇതൊരു ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ക്രൂസ് കൺട്രോൾ വരുന്നത്. പിന്നെ ആണെങ്കിൽ ഇവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ കീസൊക്കെ നമ്മുടെ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ നാവിഗേറ്റ് ചെയ്യാനുള്ള ഇതിനകത്ത് എത്ര ഡ്രൈവ് മോഡ്സ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ എൻട്രി ഞെക്കി കഴിയുമ്പോഴത്തേ ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്, ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ. ഡ്രൈവ് മോഡ് നോക്കുന്ന ടൈമിൽ അർബൻ, റെയിന്, സ്പോർട്ട്, ട്രാക്ക്, സൂപ്പർ മോട്ടോ. ഈ സൂപ്പർ മോട്ടോയ്ക്കകത്ത് ബാക്ക് ABS ഓഫാവും. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ കൂളിംഗ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, റേഞ്ച് കാണിക്കുന്നുണ്ട്, ഇപ്പം കിടക്കുന്ന എണ്ണ വെച്ചിട്ട് എത്ര ഓടുമെന്ന്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ട്രിപ്പ് ഡീറ്റെയിൽസ്, വെഹിക്കിൾ ഡീറ്റെയിൽസ്, പ്രിഫറൻസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഇതിൽ വന്നേക്കുന്നത്. നമുക്കിനി മോഡൊന്ന് മാറ്റി സ്പോർട്ടിലേക്ക് ഇടാം. സ്പോർട്ടിൽ കിടക്കട്ടെ. ഈ സ്പോർട്ടിലേക്ക് നമ്മൾ ഇടുന്ന ടൈമിലെ TFTയിലെ സ്ക്രീനും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. നമ്മുടെ കീ വരുന്നത് ഇവിടെ കേട്ടോ. ഇവിടെ 2 TVSൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ചാൽ TVSൻ്റെ ലോഗോ കേട്ടോ, സത്യം പറഞ്ഞാൽ. ബ്രേക്ക് ലൈൻസ് വന്നേക്കുന്നത് അതാകുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ബ്രേക്കും ബൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. മിറേഴ്സൊക്കെ കണ്ടില്ല, അത്യാവശ്യം പർപ്പസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സും കാര്യങ്ങളും കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ആ ഭാഗത്തൊന്നും യാതൊരു പ്രശ്നമില്ല. അതെല്ലാം ആ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ഓക്കെയാണ്. എത്ര കിലോമീറ്റർ ഇനി ഓടുമെന്ന് കാണിച്ചപ്പോൾ ഉണ്ട്. ഓഡോമീറ്റർ, ടോപ്പ് സ്പീഡ്, 0 to 60, ഒരുപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഫീൽ എന്നൊക്കെ പറയുന്ന അത്യാവശ്യം കിടില കേട്ടോ. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ കാര്യങ്ങളും കേട്ടോ. നമുക്കിനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. പിന്നെ ഇതിനകത്ത് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നപ്പോണ്ട് അത് ഞാനാണെങ്കിൽ ഓടിക്കുന്ന ടൈമിൽ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ കേട്ടോ, ഫ്യൂറി യെല്ലോ എന്ന് പറയുന്നത്. നമുക്കിനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമ്മളിപ്പോൾ സ്പോർട്സ് മോഡിലാട്ടോ ഇട്ടേക്കുന്നത്. നമുക്ക് മാറ്റി ട്രാക്ക് മോഡ് ഇടാം. എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ട്രാക്ക് മോഡിലെ പെർഫോമൻസ്. ട്രാക്ക് മോഡ് ഇടുമ്പോൾ ഇതെല്ലാം മാറുന്നുണ്ട് കേട്ടോ. ഇതേപോലുള്ള പൊട്ടിപ്പൊളിഞ്ഞ മോശം വഴി കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ വണ്ടി കിടില്ല കേട്ടോ. ആ ഹമ്പ് ഓടിയൊന്നും ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അതെല്ലാം കിടില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയിട്ടുള്ള റോഡ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വണ്ടിയാണെങ്കിൽ ട്രാക്ക് മോഡിയിട്ട് കൈ കൊടുക്കുന്ന ടൈമിൽ അത്യാവശ്യം വണ്ടി നല്ലോണം ഫുള്ള് ചെയ്യുന്നുണ്ട്, നല്ലോണം വലിക്കുന്നുണ്ട് കേട്ടോ. ഓടിക്കുന്ന ടൈമിലാണെങ്കിലേ ഞാൻ നേരത്തെ കുറച്ചു നേരം മുമ്പ് ഓടിച്ചുകൊണ്ടിരുന്നത് അർബൻ മോഡിലാണ് കേട്ടോ. അർബൻ മോഡിലുള്ള ഒരു പ്രശ്നം എന്ന് പറയാൻ
ഇതിന്റെ റെസ്പോൺസ് ഭയങ്കര ഷോക്ക് കേട്ടോ. അതേസമയം ട്രാക്കിലോട്ട് ഇടുമ്പോൾ വണ്ടി ഓക്കെ കേട്ടോ. ഇതെല്ലാം കായലും സംഭവങ്ങളും ഒക്കെ കേട്ടോ. വണ്ടി കൊള്ളാം, വണ്ടി അത്യാവശ്യം നിങ്കിളാ. വണ്ടി സിമ്പിളായിട്ട് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അത്യാവശ്യം കിടിലായിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. വണ്ടിയുടെ ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട. ഹാൻഡിലിംഗ് ഇടുക അത്യാവശ്യം ട്രാക്ക് മോഡ് ഇട്ടിട്ട് കൈ കൊടുക്കുന്ന ടൈമില് നമുക്കിത് ഫുൾ പവർ കിട്ടുന്നതെന്ന് വെച്ചാൽ സ്പോർട്ടിലും ട്രാക്കിലുവാ. ഇത് ട്രാക്ക് ഇടുമ്പോഴാണ് നമ്മുടെ ത്രോട്ടിൽ റെസ്പോൺസ് അത്യാവശ്യം നൈസ് കേട്ടോ. നല്ല റോഡോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മള് ആ ചെറിയ സ്പീഡിലൊക്കെ പോകുന്നില്ലേ, അപ്പൊ എന്നുവെച്ചാ ഒന്ന് പേടിച്ചോ? പട്ടി വന്ന ഏറിയത് കണ്ടില്ലേ, ഒരു നിമിഷം പേടിച്ചോ കേട്ടോ. ടെക്നോളജി അസിസ്റ്റ് വരുന്നുണ്ട്, വരുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇത്രയും പവർ ഉണ്ട്, 36.7 BHP പവറും വരുന്നുണ്ട്. പക്ഷെ അത്രയും പവറൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ അങ്ങോട്ട് പേടിപ്പിക്കുന്ന രീതിയിലുള്ള പവർ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ 390 പേടിപ്പിക്കത്തില്ല, ആ രീതിയിലുള്ള പവർ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ 390 കമ്പയർ ചെയ്യേണ്ടത്. ഇതിന്റെ കറക്റ്റ് ഒരു കോമ്പറ്റീറ്റർ എന്ന് വെച്ചാൽ നമ്മളിപ്പോഴത്തെ ഡ്യൂക്ക് 50 ഇല്ലേ, അതാണ് ഇതിന്റെ കറക്റ്റ് ഒരു കമ്പാരിസൺ നോക്കേണ്ട ഒരു മോട്ടോർ സൈക്കിള്. എന്നുവെച്ചാൽ ഏകദേശം ഓൾമോസ്റ്റ് സെയിം പ്രൈസും കാര്യങ്ങളും അതിന് വന്നേക്കുന്നത്. അതിനകത്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഷിഫ്റ്റ് കൊടുത്തേപ്പുണ്ട്. ഇതിനകത്ത് ആക്സറി ആയിട്ട് നമ്മൾ വാങ്ങിച്ചു വെക്കണം, അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. ഇതിനെപ്പറ്റി പറയുമ്പോൾ ക്ലച്ചിന്റെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ക്ലച്ച് കേട്ടോ. വണ്ടി എപ്പോ ആണെങ്കിലും കയറി വരാം. നമുക്ക് അധികം കൈ കൊടുക്കാൻ പറ്റില്ല ഇവിടുത്തെ റോഡുകൾ. ഇയായിട്ട് നല്ല കൺട്രോൾ ആയിട്ടുള്ളതായിരുന്നു ആ വണ്ടി അങ്ങോട്ടെ. നമുക്കൊന്ന് വലിച്ചെടുത്ത് നോക്കാം. എന്നുവെച്ചാൽ നമ്മൾ പേടിപ്പിക്കുന്ന രീതിക്കുള്ള പവർ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല കേട്ടോ. എന്നാലും വണ്ടി അത്യാവശ്യം നല്ല ഹിന്ദുവായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ക്രൂസ് കൺട്രോൾ സെറ്റ് നോക്കാം. ക്രൂസ് കൺട്രോൾ സെറ്റ് ആവുന്നില്ലല്ലോ. ഞാൻ ക്രൂസ് കൺട്രോൾ ഇടാൻ നോക്കുന്നത് കേട്ടോ. പക്ഷെ ക്രൂസ് കൺട്രോൾ നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. എന്താണെന്നറിയത്തില്ല, ഓഫ് ചെയ്തിട്ടേക്കല്ലേ ആയിരിക്കണം. അപ്പോൾ ഇപ്പം ക്രൂസ് കൺട്രോൾ നോക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യം തന്നെ വരാം. ബ്രേക്കിനെ പറ്റി പറയുമ്പോൾ ബ്രേക്കിൽ അത്യാവശ്യം നൈസ് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയാ, അത്യാവശ്യം നല്ല ബൈക്ക് പാക്കുമ്പോൾ ഇപ്പൊ ഫ്രണ്ട് ബ്രേക്ക് ആയാലും റെയർ ബ്രേക്ക് ആയാലും കിട്ടുന്നുണ്ട്. ഇതിനാ സൂപ്പർ മോട്ടോ കൊണ്ട് വരുന്നത് റെയർ ABS നമുക്ക് ഓഫ് ചെയ്തിടാം. എന്നിട്ട് റെയർ വീല് ലിഫ്റ്റ് ചെയ്ത് കളിക്കാൻ കഴിയാം. അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ 2 കിറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അത് നിങ്ങൾ ബോഡി കിറ്റ് ആയിട്ട് തെറ്റിദ്ധരിക്കല്ലേ. എന്നുവെച്ചാൽ അത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലോഡഡ് ആയിട്ടുള്ള ഒരു കിറ്റ് കേട്ടോ. ഒന്ന് ഡൈനാമിക് കിറ്റ്, ഒന്ന് ഡൈനാമിക് പ്രോ കിറ്റ്. ഡൈനാമിക് കിറ്റ് വരുന്നത് എന്തൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ ഡൈനാമിക് കിറ്റ് വരുന്നതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട് ഫ്രണ്ട് ബാക്ക്. പിന്നെ ആണെങ്കിൽ ഒരു ബ്രാസ് ചെയിൻ അസംബ്ലി വരുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്ററും വരുന്നുണ്ട് ഡൈനാമിക് കിറ്റിനകത്ത്. ഡൈനാമിക് പ്രോ കിറ്റിനകത്ത് വരുമ്പോൾ ABS വരുന്നുണ്ട്, കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, വീല് കൺട്രോൾ വരുന്നുണ്ട്, റെയർ വീല് ലിഫ്റ്റ് ഓഫ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ബ്രേക്ക് പിടിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ബാക്ക് വീല് പുറന്നു പോകാതിരിക്കാനുള്ള ടെക്നോളജിയാണ് അത്. കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നിങ്ങളെല്ലാവരും നോക്കി വരുന്ന സീറ്റില്ലേ, സീറ്റിന്റെ സംഭവങ്ങളും വരുന്നുണ്ട്. ഗിഫ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല ഗിഫ്റ്റിനെ പറ്റിയേ. കിടിലായിട്ടുണ്ട്. ക്ലച്ച് പിടിച്ചിട്ടില്ല. ക്ലച്ച് പിടിക്കാതെ ഞാൻ ഇത്രയും നേരമാണെങ്കിൽ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്തോണ്ടിരുന്നത്. വണ്ടി കിടില കേട്ടോ, ഒന്നും പറയാനില്ല. ബട്ടർ സ്മൂത്ത് കേട്ടോ, ഒന്നും പറയാനില്ല. ബട്ടർ സ്മൂത്ത് ആയിട്ടാ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ബ്ലിപ്പർ വരുന്നുണ്ട് കേട്ടോ. 3400 RPM.
സത്യം പറയാലോ വണ്ടി ശോകമായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അത് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ തനി കോണം അങ്ങോട്ട് കാണും കേട്ടോ. തനി കോണം അങ്ങോട്ട് വണ്ടിയുടെ ഇറങ്ങും. അപ്പോഴാണ് വണ്ടിയുടെ ഫീല് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഷിഫ്റ്റ് ചെയ്യുന്ന ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. ക്ലച്ച് പിടിക്കാതെ ഞാൻ ഈ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ സാധാരണ സൂപ്പർ ബൈക്കിലും ഒക്കെ കണ്ടു വന്നേക്കുന്ന ടെക്നോളജി ആയിട്ട് ഇതിനകത്ത് അത് നല്ല ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കിഷപ്പ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതൊക്കെ നോക്കണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ, നിങ്ങളാണെങ്കിൽ അത്യാവശ്യം ഒരു ട്രാക്കിലൊക്കെ പോകാനാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാ. നിങ്ങൾക്കാണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി വേണം, അത്യാവശ്യം ഫീച്ചേഴ്സ് വേണം, അത്യാവശ്യം നല്ല ലുക്ക് ആയിരിക്കണം. അങ്ങനെയുള്ള വണ്ടി നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള വണ്ടി കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ വേണ്ട റോഡിൽ ഓടിക്കാം, ട്രാക്കിൽ ഓടിക്കാം, അത്യാവശ്യം കുഴപ്പമില്ല. എന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഇല്ല, അങ്ങനെയുള്ള ഓഫ് റോഡുകൾ ആണെങ്കിലും ഈ വണ്ടിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതിനൊരു ഡൈനാമിക് കിറ്റ് എടുത്താൽ മതി, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ എടുത്താൽ അത് എടുത്താൽ മതി. ഒരു സീറ്റും ഇല്ല. വണ്ടി വേറെ ലെവലായിട്ട് ചുമ്മാ സീൻ വണ്ടി. വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടു കേട്ടോ. വൈബ്രേഷന്റെ കാര്യം. വൈബ്രേഷന്റെ കാര്യം എന്ന് വെച്ചാൽ വണ്ടി ചെറുതായിട്ട് വൈബ്രേഷൻ ഉണ്ട് വണ്ടിക്ക്. എന്നുവെച്ചാൽ ഹയർ RPM-ലേക്കൊക്കെ പോകുമ്പോൾ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള വൈബ്രേഷൻ വരുന്നത്. നമ്മുടെ RR310 ഇല്ലേ, അത് വൈബ്രേറ്റ് ചെയ്യുന്ന പോലൊന്നും ഇത് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതിനകത്ത് ഗിയർ ബോക്സിന്റെ ചെറിയ ഒരു ടൈറ്റ്നെസ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നൈസ് പ്രിസൈസ് ആയിട്ടുള്ള ഷിഫ്റ്റിങ്ങും കാര്യങ്ങളുണ്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇവിടേക്ക് വൈബ്രേഷൻ ഉള്ളത് നമ്മൾ ഹയർ RPM-ലേക്ക് കയറുന്ന ടൈമിൽ ഫുട്ബേക്കിന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു വൈബ്രേഷൻ തോന്നാറുണ്ട്. പിന്നെ ഹാൻഡിൽ ബാറിൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അത് നമ്മൾ അത്യാവശ്യം ബാറിന്റെ ബ്രേക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്നതാണ് ബ്രേക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് മാരക ബൈക്ക് കേട്ടോ, ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസ് കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ BMW-നൊക്കെ കൊണ്ടുവന്നേക്കുന്നില്ലേ, അതേ സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസ് വന്നേക്കുന്നത്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല ബൈക്കും കാര്യങ്ങളും ബാക്ക് ബ്രേക്കിനും ഉണ്ട്. വണ്ടിയുടെ ഒരു ക്യാരക്ടർ നോക്കി കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ള ഒരു എഞ്ചിനാട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. വണ്ടി എപ്പോഴും ഇങ്ങനെ കൈ കൊടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. കൈ കൊടുക്ക് എന്നുള്ള ഒരു ഇതാ കാണിക്കുന്നത്. ഏകദേശം നമ്മുടെ 3AMGയുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളും കേട്ടോ അതെന്തായാലും ഇതിനകത്ത് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ഡ്യൂക്ക് ടേസ്റ്റി ആയിട്ടാ. അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് ഇത് വേണ്ടേ. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ചെറിയ സ്പീഡിൽ പോകുമ്പോൾ ചെറിയ നോക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ എയർലി ടോർക്ക് വീക്ക് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉള്ള വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അല്ലാത്ത പക്ഷം വണ്ടി സൂപ്പറാണ്. നിങ്ങൾക്ക് ടൂർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വേണ്ട ഈ ഒരു വണ്ടി എടുത്താൽ മതി. നിങ്ങൾക്ക് ടൂർ ചെയ്യാം, ട്രാക്കിൽ പോവാം. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ട്രാക്കിൽ പോകുന്ന ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് എടുത്താൽ മതി, ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ എടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ സസ്പെൻഷൻ ഫാർ ബെറ്റർ കേട്ടോ. അപ്പൊ നമ്മൾ വണ്ടി ഇങ്ങനെ കൈ കൊടുക്കുന്നുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പില്ലിയൻ കംഫോർട്ടിനെ പറ്റി പറയുമ്പം എനിക്ക് തോന്നുന്നില്ല പില്ലിയൻ അത്രയും കംഫോർട്ടാണെന്ന് തോന്നുന്നില്ല. നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും പില്ലിയൻ അത് നല്ലോണം അറിയുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഇപ്പോൾ ഓടിക്കുന്ന ടൈമിൽ എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അത്രയ്ക്ക് പില്ലിയൻ കംഫോർട്ട് ആയിട്ടുള്ള ഒരു ബൈക്കല്ല, എന്നാലും കുഴപ്പമില്ലാതെ നിങ്ങളുടെ പില്ലിയൻ അത്യാവശ്യം ഒരു ആയിട്ടുള്ള ഒരു പില്ലിയൻ ആണെങ്കിൽ കിട്ടില്ല കേട്ടോ.